CPR. ഹായ്, വൈദ്യരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്താണ് CPR? അതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ഹൃദയവും ശ്വാസവും നിലച്ച ഒരു വ്യക്തി താഴെ വീഴുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് കൃത്രിമമായിട്ട് ശ്വാസോച്ഛ്വാസവും ഹാർട്ട് ബീറ്റ് നൽകുക എന്നതാണ് CPR അഥവാ കാർഡിയോ പൾമണറി റിസസിറ്റേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനുഷ്യരുടെ തലയിലേക്ക് ഓക്സിജൻ അടങ്ങിയ രക്തം ഏതാനും മിനിറ്റ് നേരം എത്തിയില്ലെങ്കിൽ തലച്ചോറ് പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ മരിക്കും. അതിനുശേഷം അയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കാര്യമായിട്ടുള്ള ഗുണമൊന്നുമില്ല. ഓർമ്മയൊന്നും അയാൾക്ക് ഉണ്ടാവണമെന്നില്ല. അത് കാരണം തന്നെ ഓക്സിജൻ അടങ്ങിയ രക്തം അയാളുടെ തലച്ചോറിൽ കുറച്ച് മിനിറ്റുകൾ പോലും മുടങ്ങാതെ എത്തിക്കണം. ഇത് ആക്ച്വലി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം ഓരോ മിനിറ്റും ഏകദേശം 60 മുതൽ 90 പ്രാവശ്യം വരെ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കും. ബ്ലഡ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ശ്വാസകോശമാണെന്നുണ്ടെങ്കിൽ വായുവിലുള്ള ഓക്സിജൻ വലിച്ചെടുത്ത് ബ്ലഡിലെത്തിക്കും. ഹാർട്ട് ആണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പമ്പ് ചെയ്ത് എല്ലാ ശരീരഭാഗങ്ങളും തലച്ചോറിലും എല്ലാം എത്തിക്കും. ഇത് കൃത്രിമമായിട്ട് നമുക്ക് ചെയ്യണം. അതിനായിട്ട് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് അയാളെ നിലത്ത് കിടത്തി തല മുകളിലേക്ക് വരുന്ന രീതിയിൽ കിടത്തുക. എന്നിട്ട് അയാളുടെ ഒരു വശം ഇരുന്നു കൊണ്ട് അയാളുടെ ഹാർട്ട് കൃത്രിമമായിട്ട് പമ്പ് ചെയ്യണം. അതിനായിട്ട് കൈ ഇങ്ങനെ പിടിച്ചിട്ട് 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് നല്ല രീതിയിൽ പ്രസ് ചെയ്യണം. ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ നെഞ്ച് ഏകദേശം 2 ഇഞ്ചോളം താഴണം, അതായത് 5 സെന്റിമീറ്ററോളം താഴണം. അതിനായിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യേണ്ടി വരും. ഓരോ മിനിറ്റിലും ഏകദേശം 90 മുതൽ 120 പ്രാവശ്യം വരെ പ്രസ് ചെയ്യണം. ഒരേ രീതിയിൽ ഏകദേശം 2 ഇഞ്ച് താഴ്ന്ന രീതിയിൽ. അപ്പോൾ ഹാർട്ട് കൃത്രിമമായിട്ട് വർക്ക് ചെയ്യും. പക്ഷെ ഇത് മാത്രം പോരാ, ഓക്സിജനും വേണം. അത് കാരണം തന്നെ ഏകദേശം 30 പ്രാവശ്യങ്ങൾ പ്രസ് ചെയ്തതിന് ശേഷം ആ വ്യക്തിയുടെ വായിലേക്ക് വായു ചേർത്ത് പിടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ കൈ ചേർത്ത് പിടിച്ചുകൊണ്ടോ നമ്മുടെ ഉച്ഛ്വാസ വായുവല്ല, ഫ്രഷ് ആയിട്ട് വായു വലിച്ചെടുത്തിടും. ഇങ്ങനെ 2 പ്രാവശ്യം ചെയ്യാം. ഈ ചെയ്യുന്ന സമയത്ത് മൂക്കിലൂടെ വായു പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് മൂക്ക് പൊത്തിപ്പിടിക്കുക. അതിനുശേഷം വീണ്ടും 30 പ്രാവശ്യം അയാളുടെ നെഞ്ചിലേക്ക് പ്രസ് ചെയ്യുക, 2 ഇഞ്ച് താഴുന്ന രീതി. ഇത് ഈ വ്യക്തിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെ തുടരാം. നിങ്ങൾ ഈ വ്യക്തിയെ CPR കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് മറ്റുള്ള ആളുകളെ, അടുത്തുള്ള ആളുകളെ വിളിച്ചിട്ട് അവരോട് ആംബുലൻസ് വിളിക്കാനായിട്ട് ഓർഡർ ചെയ്യാം. അതിന് പാരലായിട്ട് നിങ്ങൾക്ക് CPR തുടരാം. ഈ വ്യക്തിയെ ആശുപത്രിയിൽ എത്തിക്കുന്നത് വരെ നിങ്ങൾ ഇത് തുടരേണ്ടി വരും. ഇങ്ങനെ ചെയ്യുന്നതിനിടയ്ക്ക് ഈ വ്യക്തിയുടെ വായു പൊളിച്ചിട്ട് നാക്ക് കൃത്യമായിട്ടാണോ, നാക്ക് കടിച്ചിട്ടുണ്ടോ, നാക്ക് ഉള്ളിലേക്ക് പോയിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ അയാളുടെ ഡ്രസ്സ് കുറച്ച് ലൂസാക്കാം. ശരീരത്തിൽ മുറുകിയിരിക്കുന്നില്ല എന്നെല്ലാം ഉറപ്പുവരുത്തണം. ഇത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അല്പം പ്രാക്ടീസ് ആവശ്യമാണ്. എന്നാലും ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ അടുത്ത് ഇതിന് എക്സ്പെർട്ട് ആയിട്ടുള്ള ആരും ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇത് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി വൈദ്യരാജ്.